ബിസ്മില്ലാ വൽഹംദുലില്ലാ. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ആദരവേറെ പണ്ഡിതരെ, രക്ഷിതാക്കളെ, എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മുടെ മുത്തുനബിയുടെ മിലാദാണല്ലോ ഇപ്പോൾ എല്ലായിടത്തും വരങ്ങേറുന്നത്. കുറെ കൂട്ടുകാർ മുത്തുനബിയെ വാഴ്ത്തി പ്രസംഗിക്കും. ഞാൻ പ്രസംഗിക്കുന്നത് മുത്തുനബി നമ്മെ പലതവണ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത് ഉമ്മയോടുള്ള കടപ്പാടിനെ കുറിച്ചാണ്. അത് നബിക്ക് വിഷയമാണല്ലോ. ഉമ്മ എന്ന മൂന്നക്ഷരം കുറിക്കുന്നതിന് സഹനം എന്ന മൂന്നക്ഷരത്തെയാണ്. ഉമ്മക്ക് 1000 രൂപ കൊടുത്താലും ജീവിതം മുഴുവൻ സേവിച്ചാലും ആ മാതൃഹൃദയം തന്ന സ്നേഹ സഹന സമ്മാനത്തിന് പകരമാവില്ല എന്നതാണ് സത്യം. പരിശുദ്ധ ഇസ്ലാം കേൾക്കുന്ന മഹത്വത്തിന് അതിർവരമില്ല. ആ തിരുവാദത്തിൽ കീഴിലാണ് സ്വർണ്ണമെന്ന പ്രവാചക വചനം അതിന് മതിയായ തെളിവാണ്. മാത്രമല്ല, ഒരിക്കൽ ഏറ്റവും കൂടുതൽ കടമയും കടപ്പാടും ആരോടും വേണമെന്ന സ്വഭാവത്തിന്റെ ചോദ്യത്തിന് ആദ്യം 3 പ്രാവശ്യം നിന്റെ ഉമ്മയോടും ഉമ്മയോടും എന്നാണ് മുത്തുനബി ഒഴിഞ്ഞത്. അത്രത്തോളം നാം അവരോട് കടപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് അല്ലാഹു എനിക്ക് നിങ്ങൾ നന്ദി അർപ്പിക്കുക എന്ന് പഠിപ്പിച്ച ശേഷം നിങ്ങളുടെ മാതാപിതാക്കൾക്ക് കൂടെ നന്ദി ചെയ്യണമെന്ന് പഠിപ്പിച്ചത്. മാത്രമല്ല, അവരോട് എന്ന ചെറു പുച്ഛവാക്കുപോലും വരുന്നത്. എന്നാൽ ആദ്യ സന്താനങ്ങളിൽ സത്യങ്ങളെല്ലാം തലത്തി വധിച്ച് ഖുർആനികാതിനെ തൃണവൽക്കരിച്ചു. മുത്തുനബിയുടെ മൊഴി മുത്തിന്മേൽ കടാരം വെച്ച് ഉമ്മമാരെ വീട്ടിന്റെ പടികടത്തി വൃദ്ധസദനത്തിലേക്ക് തള്ളുന്നു. അത് ദയനീയ രംഗമാണ്. ദൃശ്യശാലി സോഷ്യൽ വാർത്താ മീഡിയകളിലൂടെയാണ് അനുദിനം കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ കുട്ടിക്കാലത്ത് നമ്മുടെ നേട്ടങ്ങൾക്ക് മാത്രം കൂട്ടിയ സ്നേഹസ്വരൂപമായ ഉമ്മ ഏത് കാലത്തും സമയത്തും സേവിക്കണമെന്നാണ് മുത്തുനബി നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. ഒരിക്കലൊരു സഹാബി തിരുസന്നിധിയിൽ വന്നുകൊണ്ട് ഉദാഹരണം കൈ തേടുകയുണ്ടായി. തിരുദൂതർ ചോദിച്ചു, നിങ്ങൾക്ക് പ്രായമായ ഉമ്മയുണ്ടോ? അതേ എന്ന് പറഞ്ഞപ്പോൾ, നിങ്ങൾ അവരെ പരിചരിക്കുക, അതാണ് ദുഹാവിനേക്കാൾ മഹനീയം. ഒരു ദിനം ഈ പതിവ് ദർശിക്കാത്തപ്പോൾ തിരുനബി ആ പെണ്ണിനെ അന്വേഷിച്ചു. രോഗസ്ഥയാണെന്നറിഞ്ഞു. രോഗശമനത്തിനായി പ്രാർത്ഥിച്ചു. അവൾ അത്ഭുതപ്പെട്ടു. ഞാൻ ഇത്ര നാൾ ഇദ്ദേഹത്തെയാണ് ബുദ്ധിമുട്ടിച്ചത്. ആ സ്വഭാവം ഉടനെ ഇസ്ലാം ഇങ്ങനെ എത്ര ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ കൊച്ചു നിർത്തുന്നു. നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.